നിങ്ങൾ പരിശ്രമിക്കുന്നു എന്നതിന്റെ തെളിവാണ് പരാജയങ്ങൾ. അതുകൊണ്ട് പരാജയങ്ങളെ പുഞ്ചിരിച്ചുകൊണ്ട് നേരിടണം. ഹെലൻ കെൽറെ പോലെ. പരാജയങ്ങൾ താണ്ടി വിജയം കൈവരിക്കാൻ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് എല്ലാ വനിതാ രത്നങ്ങൾക്കും സ്വാഗതം. So let's begin the show. This is Red Carpet. റെഡ് കാർപ്പറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് സംഗീത സാന്ദ്രമാക്കാൻ നമുക്ക് 2 കലാകാരികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. രണ്ടുപേരെയും വളരെയധികം സ്നേഹത്തോടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നാരായണി ഗോപൻ ആൻഡ് അപർണ രാജീവ്. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. രണ്ടുപേരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നോ? അതെ, സുഖം, കുഴപ്പമില്ല. അപ്പൊ നിങ്ങളുടെ കൂടുതൽ വിശേഷങ്ങൾ എന്താണെന്ന് പ്രേക്ഷകർക്ക് അറിയാനും, അതേപോലെ തന്നെ നിങ്ങൾ പാട്ട് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ കയ്യിലുള്ളപ്പോൾ നമ്മുടെ എപ്പിസോഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ പിന്നെ വേറൊന്നും വേണ്ടല്ലോ. അപ്പൊ പലതരം പാട്ടുകൾ, പല ലാംഗ്വേജിലുള്ള പാട്ടുകൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് കേൾക്കാൻ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? റെഡി? റെഡി. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ONV സർ, അദ്ദേഹത്തിന്റെ കൊച്ചുമകളാണ് അപർണ. എനിക്ക് ആദ്യം അപർണയുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സ്വന്തം മുത്തശ്ശൻ എഴുതിയ കവിതകൾ ഇങ്ങനെ പാടാനും ചൊല്ലാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന, അതായത് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു കവിത, അതിൻ്റെ ഒരു ഓർമ്മ, അത് പഠിച്ചതിൻ്റെ ഓർമ്മയോ അല്ലെങ്കിൽ അദ്ദേഹം പഠിപ്പിച്ചു തന്ന ഒരു കവിത, അങ്ങനെ എന്തെങ്കിലും ഒരു ഓർമ്മ ഷെയർ ചെയ്യാനുണ്ടോ? തീർച്ചയായിട്ടും വലിയൊരു ഭാഗ്യമാണ്. അങ്ങനെ മുത്തശ്ശൻ്റെ കവിതകൾ ചിലത് എനിക്ക് സ്കൂളിൽ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വളരെ രസകരമായിട്ടുള്ള ഓർമ്മകളാണ്. ഇങ്ങനെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതും ആദ്യത്തെ ഗസ്റ്റ് നമ്മുടെ അടുത്ത് വരുന്നതും ആ ഒരു ടെൻഷനും ഒരു അഭിമാനവും എല്ലാം കൂടി ചേർന്നിട്ടുള്ള കാര്യങ്ങളാണ്. മുത്തശ്ശൻ അങ്ങനെ കവിത പറഞ്ഞ് പഠിപ്പിച്ച് അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷേ എവിടെയെങ്കിലും ചൊല്ലാൻ പോകുന്നതിന് മുമ്പ് എപ്പോഴും ചൊല്ലി കേൾപ്പിക്കുമ്പോൾ കറക്ഷൻസ് എല്ലാം പറഞ്ഞു തരും. പ്രത്യേകിച്ച് ഉച്ചാരണം എല്ലാം അങ്ങനെ അതെല്ലാം നോക്കുമായിരുന്നു. പിന്നെ ആദ്യമായിട്ട് ഞാൻ ചൊല്ലുന്നത് മുത്തശ്ശൻ്റെ കവിത തന്നെയാണ്. അതെ, ഇത് ആ ഒരു കവിത നമുക്ക് വേണ്ടി തുടക്കം തന്നെ ആ ഒരു കവിതയിലൂടെ തുടങ്ങാം. കുഞ്ഞേടത്തെ തന്നെയല്ലോ ഉണ്ണിക്കെന്നെന്നുമേറെ ഇഷ്ടം, കുഞ്ഞേടത്തെ തന്നെയല്ലോ ഉണ്ണിക്കെന്നെന്നുമേറെ ഇഷ്ടം, പൊന്നെ പോലത്തെ നെറ്റിയിലുണ്ടല്ലോ മഞ്ഞൾ വരക്കുറി ചാന്തു പൊട്ടും, ഈറൻ മുടിയിൽ എള്ളെണ്ണ മണം, ചില നേരമാ തുമ്പത്തൊരു പൂവും, കയ്യിലൊരൊറ്റ കുപ്പിവള, മുഖം കണ്ടാൽ കാവിലെ ദേവി തന്നെ, മടിയിലിരുത്തിട്ടും മാറോടു ചേർത്തിട്ടും മണിമണി പോലെ കഥ പറയും, ആനയുടെ മയിലിൻ്റെ ഒട്ടകത്തിൻ്റെയും ആരും കേൾക്കാത്ത കഥ പറയും, കുഞ്ഞേടത്തെ തന്നെയല്ലോ ഉണ്ണിക്കെന്നെന്നുമേറെ ഇഷ്ടം. സോ താങ്ക് യു സോ മച്ച്. ഒരു കവിത ചൊല്ലി ഇന്നത്തെ എപ്പിസോഡ് ഐശ്വര്യമായിട്ട് നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. ഇനി നാരായണി, അച്ഛൻ്റെ കാര്യം പറയുമ്പോൾ, അതായത് കല്ലറ ഗോപൻ, അദ്ദേഹത്തിന് ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. അപ്പം നാരായണി എന്ന മകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട്? അച്ഛൻ്റെ കതിവനൂർ വീരനെ എന്ന് പറഞ്ഞ പാട്ട് എല്ലാവർക്കും അറിയാം. അതെനിക്ക് ഇഷ്ടമാണ്. പക്ഷേ അതേപോലെ ഒരു റിലീസ് ആവാത്തൊരു സോങ് ഉണ്ട്, അത് റിലീസ് ആവില്ല ഇനി. പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അച്ഛൻ്റെ. ആകാശത്താമരകൾ ആനന്ദ ചിന്തനകൾ ആരറിവൂ, കാലത്തിൻ അജ്ഞാത നാടകങ്ങൾ, കാലത്തിൻ അജ്ഞാത നാടകങ്ങൾ, ആകാശത്താമരകൾ ആനന്ദ ചിന്തനകൾ ആരറിവൂ, കാലത്തിൻ അജ്ഞാത നാടകങ്ങൾ.
നമുക്ക് വേണ്ടി നമ്മുടെ റെഡ് കാർപ്പറ്റിലെ പ്രേക്ഷകർക്ക് വേണ്ടി ആ പാട്ട് നാരായണി തന്നെ പാടി തന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. നമുക്ക് അതായത് ONV കുറുപ്പ് എന്ന് പറയുന്ന ആ മഹാനായ എഴുത്തുകാരനെ നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കവിതകളിലൂടെ നമുക്ക് അദ്ദേഹത്തെ അറിയാം, നമ്മളെല്ലാവരും സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. പക്ഷെ അദ്ദേഹത്തെ ഒരു മുത്തശ്ശൻ എന്ന് പറയുന്ന ആ ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു സ്ഥാനം വഹിക്കുമ്പോൾ ONV സാർ എങ്ങനെയായിരുന്നു? ഭയങ്കര എന്താ പറയുക, തമാശകളൊക്കെ പറയുന്ന, ഒരുപാട് കഥകളൊക്കെ പറയുന്ന മുത്തശ്ശനായിരുന്നോ? അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള മുത്തശ്ശനായിരുന്നോ? അല്ല, മുത്തശ്ശൻ അങ്ങനെ അല്ല, ആവശ്യം വരുമ്പോൾ സീരിയസ് ആയിരിക്കും, ചീത്തയൊക്കെ പറയും, എല്ലാം ഉണ്ട്. പക്ഷേ അങ്ങനെ ഒരു വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങനെ ഒരു വ്യക്തിയല്ല. ചെറുതായിരുന്നപ്പോൾ ഇപ്പോൾ മുത്തശ്ശന് 3 പേരാണ് ഞങ്ങൾ കൊച്ചുമക്കൾ. അപ്പോൾ ഞങ്ങളുടെ കൂടെ കളിക്കുകയും പക്ഷേ ഇപ്പോൾ ലൂഡോ അങ്ങനെയൊക്കെയുള്ള കളികളില്ലേ, എന്താണ് സ്നേക്ക് ആൻഡ് ലാഡർ അങ്ങനെയൊക്കെയുള്ള കളികളൊക്കെ കളിക്കുക. അപ്പോൾ അതിൽ ചിലപ്പോൾ കള്ളക്കളി കളിക്കും, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ചില കാര്യങ്ങളിൽ മുത്തശ്ശന് ചില നിർബന്ധങ്ങൾ ഉണ്ട്. ഇപ്പോൾ എനിക്ക് കൂടുതലും ചീത്ത കേട്ടിട്ടുള്ളത്, ഞാൻ മുത്തശ്ശന് ഇങ്ങനെ ഭയങ്കര ടെൻഷനാണ് നമ്മൾ സമയത്തിന് നമ്മൾ പുറത്തെവിടെയെങ്കിലും പോകുമ്പോൾ എപ്പോൾ തിരിച്ചു വരുന്ന എപ്പോഴും. അപ്പോൾ ഏകദേശം ഒരു സമയം പറഞ്ഞിട്ട് ആ സമയത്ത് വന്നിട്ടില്ലെങ്കിൽ അങ്ങനെ ചീത്ത പറയുന്നല്ല, പക്ഷെ അതൊരു സ്നേഹം നിറഞ്ഞ ഒരു പരിഭവം പോലെയുള്ളൂ. അങ്ങനെ ഇപ്പം സ്കൂളിൽ നിന്നൊക്കെ ഞാൻ ചിലപ്പോൾ വൈകിയാലൊക്കെ മുത്തശ്ശൻ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും അവിടെ പുറത്ത് വന്ന് അവിടെ ലൈനിന്റെ അവിടെ വന്ന് നിൽക്കുന്നുണ്ടാവും. അങ്ങനെയൊക്കെ ഈ പാട്ടുകാരെ ഇങ്ങനെ നമ്മളെ മുന്നിൽ കിട്ടിയിട്ട് നമ്മൾ സംസാരിക്കുന്നതോട് എനിക്കും താല്പര്യമില്ല, പ്രേക്ഷകർക്കും താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ പാട്ടുകൾ കേൾക്കാനാണ് നമുക്ക് ആഗ്രഹം. അപ്പൊ ആദ്യം അപർണ ഒരു പാട്ട് പാടണം. ഏത് പാട്ടായിരിക്കും? ഞാൻ ആദ്യമായിട്ട് മൂവില് സിനിമയിൽ പാടിയ പാട്ട് പാടാം. ഓ ആയിക്കോട്ടെ. കാണാൻ
അപ്പൊ എന്തായാലും രണ്ടുപേരുടെയും പാട്ട് ഇങ്ങനെ കേട്ട് നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ കുറെ കൂടി നമ്മുടെ പ്രേക്ഷകരെ ഹാപ്പി ആക്കാൻ വേണ്ടി നിങ്ങളുടെ അതായത് ഗെയിമിലുള്ള പ്രാവീണ്യം എങ്ങനെയാണെന്ന് അറിയാനുള്ളൊരു എന്ത് ഗെയിമാണ്? ഒരു സമയമാണ്. പക്ഷെ ഇത് നിങ്ങൾക്ക് പറ്റിയ ഗെയിമാണ്, നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ, കാരണം മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ഗെയിമാണ്. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വിഷ്വൽസ് ഇങ്ങനെ കാണിക്കും. അപ്പൊ അത് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു പാട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ആ പാട്ട് നിങ്ങൾ ഏതാന്ന് ഒരു രണ്ടുപേര് ഇങ്ങനെ പാടുക, എന്നിട്ട് അടുത്തയാൾക്ക് കൊടുക്കും, എന്നിട്ട് അടുത്തയാള് അങ്ങനെ 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 നമ്മൾ ചെയ്യും. പ്രൈസ് ഉണ്ടോ? പ്രൈസ് ഉണ്ട്, പിന്നെ പ്രൈസ് ഇല്ലാത്ത എന്ത് മത്സരം. പ്രൈസ് ഉണ്ട്, വാവുന്നൊക്കെ ഇപ്പൊ പറയും, പക്ഷെ എന്താന്ന് നാരങ്ങ മിഠായി പോലെ വല്ലത് അങ്ങനെ എന്തെങ്കിലും നാരങ്ങ മിഠായി ഞങ്ങൾ കൊടുക്കാറില്ല, സോറി, ഞങ്ങൾ അത്രക്കാരല്ല. അപ്പോൾ എന്തായാലും ഈ ഗെയിം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നാണ് എന്റെ മനസ്സിൽ തോന്നുന്നത്. കാരണം മ്യൂസിക് റിലേറ്റഡ് ആണ്, മലയാളം സോങ്സ് മാത്രമേ ഉള്ളൂ, പഴയതും പുതിയതും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് അപർണയിൽ തന്നെ തുടങ്ങാം. ശരി. വിഷ്വൽ നോക്കൂ. അയ്യോ, ശമ്പളമൊക്കെ അതായത് നോക്കൂ, അതായത് ഒരു ഫസ്റ്റ് കാണുന്നത് നമ്മള് ചന്ദ്രനാണ്, അതിന്റെ വേറെ ഒക്കെ ആലോചിക്കണം. നിലാവോ? അല്ല, നിലാവല്ല, വേറെ രണ്ട് കണ്ടോ, രണ്ടും ചന്ദ്രനാണ്. പക്ഷെ ചന്ദ്രൻ എന്നുള്ള പേരിലല്ല നമ്മൾ ആ പാട്ടില് അത് ഉപയോഗിച്ചിരിക്കുന്നത്. തിങ്കൾ. ആ, തിങ്കൾ. അപ്പൊ ഒന്ന് കണക്ട് ചെയ്ത് നോക്കൂ. തിങ്കൾ പറയരുത്. മനസ്സിലായോ? മനസ്സിലായി. ഒരു ക്ലൂ കൊടുക്കോ? പാവല്ലേ. ആ, ക്ലൂ ഞാൻ കൊടുത്തോണ്ടിരിക്കുക. തിങ്കള് മനസ്സിലായി. അപ്പൊ രണ്ട് തിങ്കൾ എന്ന് പറയുമ്പോ രണ്ട് പ്രാവശ്യം തിങ്കള് പറയണമല്ലോ. അപ്പൊ അതിന്റെ ഇടയിൽ എന്ത് പറയും? ഇടയിൽ പൂവെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതെങ്ങനെ പറയും? പൂത്തിങ്കൾ. ആ, അപ്പൊ ഇനിയും കൂടെ കണക്ട് ചെയ്തോ? ഇനിയും കൂടി വായിച്ചോ. ഇനി തിങ്കൾ, പൂ, തിങ്കൾ, ഇനി ഷമ്മിയോ? അതായത് ഷമ്മിയല്ല, ഷമ്മി ചെയ്യുന്ന ആക്ടിവിറ്റി എന്താണെന്ന് നോക്കൂ. ഒളിച്ചു നോക്കുന്നു. ആ, അപ്പൊ ഇനി ക്ലൂ ഇല്ല, ഇനി എല്ലാം കൂടെ ഒന്ന് പറഞ്ഞു. തിങ്കളെ പൂ, തിങ്കളെ പൂത്തിങ്കളെ, തിങ്കളെ പൂത്തിങ്കളോ, ഇനി ഒളി കണ്ണെറിയരോ. ഒളിക്കണ്ണ് ഷമ്മി ചെയ്യുന്ന ഒളിച്ചു നോക്കാണ്. പിന്നെ എറിയരുത്, എറിയരുത്. ഇനി ഒന്ന് പാടിക്കാ പാട്ട്, രണ്ടുപേരും ഒന്ന് പാടാം. തിങ്കളേ പൂത്തിങ്കളെ ഇനി ഒളി കണ്ണെറിയരുതേ, ഇവൾക്കൊരുവൻ കിഴക്കുതിച്ചേ, ഇനി താലിപ്പീലി പൊന്നും കെട്ടി മുത്തഴക് മണിച്ചെറുക്കൻ. തിങ്കളേ പൂത്തിങ്കളെ ഇനി ഒളി കണ്ണെറിയരുതേ. ഇനി നാരായണിയുടെ വിഷ്വൽ ഏതാണെന്ന് നോക്കാം. യെസ്, ആദ്യത്തെ ഡാൻസോ? അതായത് ആദ്യത്തെ കണ്ടോ ഒരു ഡാൻസ്. ഓക്കെ, അപ്പൊ ഡാൻസ് അത് ആ വേഷം കാണുമ്പോൾ അത് ഏത് ടൈപ്പ് ഓഫ് ഡാൻസ് ആയിട്ടാണ് തോന്നുന്നത്? ആ, കിട്ടിയ മലയാളി പെണ്ണാണ് ഞാൻ, പഞ്ചാബി ലഞ്ചി കൊഞ്ചി മലയാളി പെണ്ണാണ് ഞാൻ, മയിലാട്ടത്തിൽ കരകാട്ടത്തിൽ ഈ കുലസിന് തഞ്ചം പോരടി പഞ്ചാര പൂങ്കുയിലേ. വളരെ പെട്ടെന്ന് തന്നെ ആൻസർ പറഞ്ഞു. ഇനി അടുത്തത് വീണ്ടും. എനിക്ക് പിന്നെയും പൂ വന്നു. ഇത് ഭയങ്കര സിമ്പിൾ ആട്ടോ. ആ പൂവ് എന്ത് പൂവാണെന്ന് ആദ്യം മനസ്സിൽ വരുന്നത്? അത് തുമ്പപ്പൂവാണോ? തുമ്പപ്പൂ അല്ല. തുമ്പപ്പൂ അല്ല, അല്ല. ചതിക്കരുത്. ഇത് എന്ത് പൂവെന്ന് മനസ്സിലായില്ല? നമ്മള് അമ്പലത്തിലൊക്കെ എടുക്കുന്ന പൂവാണ് സ്ഥിരം ഈ തോന്നുന്നത്. പൂവിന്റെ പേരുണ്ടോ? അതോ വെറുതെ പൂവിന് പേരുണ്ട്. പേരുണ്ട്. ആ, പേരുണ്ട്. മാ വെച്ചിട്ട് തുടങ്ങുന്ന ഒരു പൂവാണത്. മുല്ലയല്ല. മുല്ലയല്ല. മന്ദാര ചെപ്പുണ്ടോ? പഠിക്കോ. മന്ദാര ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ, മാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. ഓക്കേ, അപ്പൊ 2 പോയിന്റ്. ഇനി അടുത്ത നാരായണിയാണ്. നെക്സ്റ്റ് വിഷ്വൽ. യെസ്, കാട് കുയില്. കിട്ടി. നാരായണി പോയി. ക്ലാസ്സോ?
ആ ക്ലാസ് ക്ലാസ് ക്ലാസ്സുണ്ട്. ക്ലാസ്സിന്റെ മലയാളം ആ ഒരു പ്രക്രിയയെ നമ്മൾ എന്ത് പറയും അതൊക്കെ കണക്ട് ചെയ്താൽ മതി. കാട്ടിലെ മൈന ആ പാടിക്കോ സുബ പാടിക്കോ. കാട്ടിലെ മൈനയെ പാട്ടു പഠിപ്പിച്ചതാരോ മലർമേടും. ഒരു ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾക്ക് തരാം. അത് ആരാദ്യം അതിന് ആൻസർ പറയുന്നു അവരാണ് ജയിക്കുക. ഓക്കെ, ഇതിൽ ഇന്നയാളെന്നല്ല, വിഷ്വൽ കാണുമ്പോ ആദ്യം ആർക്കാണോ അവരാദ്യം കൈ പൊക്കണം എന്നിട്ട് ആൻസർ പറയണം. ശരി ശരി. റെഡി? മലയണ്ണാർ ഓ അതെനിക്ക് അറിയത്തില്ല കേട്ടോ ആ പാട്ട്. ഇതറിയില്ലായിരുന്നല്ലേ? മലയാളം മലയ മലയണ്ണാർ കണ്ണൻ മാർഗഴി തുമ്പിയെ മണവാട്ടിയാക്കും നേരമായി. റെഡി. അപ്പൊ അങ്ങനെ ഈ ഇതൊക്കെ ഗെയിമിൽ മകരസ സമയത്തുള്ള പാട്ടുകളാണ്. ഈ ഗെയിമിൽ നമ്മുടെ അപർണ ജയിച്ചിരിക്കുകയാണ്. പക്ഷെ എന്തായാലും രണ്ടുപേരും അതിഗംഭീരമായിട്ട് ഈ ഗെയിം പൂർത്തിയാക്കി. സോ നമുക്ക് ആദ്യം അപർണയ്ക്കുള്ള സമ്മാനം ഞാൻ എടുത്തിട്ട് വരാം. അതിനുശേഷം ആദ്യം എന്ന് പറഞ്ഞാൽ അപ്പൊ രണ്ടാമത് എനിക്ക് സമ്മാനം ഉണ്ടെന്നില്ല അതിനർത്ഥം. അങ്ങനെയല്ല, ആദ്യം ഞാൻ സമ്മാനം കൊണ്ടുവരും, പിന്നെ ഞാൻ പണിഷ്മെന്റ് പണിഷ്മെന്റ് ആണുള്ളത്. ഓക്കെ